സസ്പെൻഷനെതിരെ കേരള സർവകലാശാല രജിസ്ട്രാർ കെ.എസ്. അനിൽകുമാർ ഹൈക്കോടതിയെ സമീപിച്ചു. വിസിയുടെ നടപടി നിയമവിരുദ്ധമാണ് എന്ന് ഹർജിയിൽ പറയുന്നു. ഹർജി കോടതി ഉച്ചയ്ക്ക് ശേഷം പരിഗണിക്കും. അഹമ്മദ് മുജ്തബ വിവരങ്ങൾ നൽകും. മുജ്തബ, നിയമപരമായി തന്നെ മുന്നോട്ടു പോകുമെന്ന് രജിസ്ട്രാർ അന്ന് തന്നെ അറിയിച്ചതാണ്. എപ്പോഴായിരിക്കും വിഷയം കോടതിയുടെ പരിഗണനയ്ക്ക് വരിക? ഉച്ചയ്ക്ക് ശേഷം ഈ ഹർജി സിംഗിൾ ബെഞ്ചിന്റെ പരിഗണനയ്ക്ക് വരികയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ വിഷയത്തിൽ ഉന്നയിക്കുന്നത്, ഈ ഭാരതാംബ വിവാദവുമായി ബന്ധപ്പെട്ട് പിന്നീട് സസ്പെൻഡ് ചെയ്ത നടപടി അത് നിയമപരമല്ല എന്നുള്ളതാണ്. സർവകലാശാല വിസിക്ക് അങ്ങനെ ഒരു സസ്പെൻഷൻ നടപടി സ്വീകരിക്കാൻ അധികാരമില്ല എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഈ ഹർജിയിൽ ചൂണ്ടിക്കാണിക്കുന്നത്. രജിസ്ട്രാർക്കെതിരെ നടപടിയെടുക്കാൻ സർവകലാശാല സിൻഡിക്കേറ്റിനാണ് അധികാരം. സിൻഡിക്കേറ്റ് തീരുമാനമില്ലാതെയാണ് വിസി തന്റെ സസ്പെൻഷൻ അധികാരം ഉപയോഗിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ തന്നെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ആ നടപടി സർവകലാശാല നിയമത്തിന്റെ കടുത്ത ലംഘനമാണ് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ ഹർജിയിൽ ചൂണ്ടിക്കാണിക്കുന്നു. അതായത് അധികാര പരിധിക്ക് പുറത്തു നിന്നായിരുന്നു വൈസ് ചാൻസലറുടെ ഇടപെടൽ. ആ നടപടി ഏകപക്ഷീയവും അനുചിതവും നിയമവിരുദ്ധവുമാണ് എന്നാണ് ഈ ഹർജിയിൽ ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് സസ്പെൻഷൻ നടപടി റദ്ദാക്കണമെന്നാണ് കെ.എസ്. അനിൽകുമാർ നൽകിയ ഹർജിയിൽ ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ ജസ്റ്റിസ് എൻ നഗരേഷ് അധ്യക്ഷനായ സിംഗിൾ ബെഞ്ച് ഈ ഹർജി പരിഗണിക്കും. അമൃത. ശരി മുജ്തബ.